മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 3 മുതൽ 6 വരെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ ആ വാക്യം മറക്കരുത്. ക്രൈസ്തവരോട് സ്തോത്രം. പരീശന്മാരടുത്ത് വന്നിട്ട് പറഞ്ഞു, ഏത് കാര്യം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ? എന്നിട്ട് പറയുകയാണ്, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം നിങ്ങൾ മറക്കരുത്, ദൈവമാണ് നിങ്ങളെ തമ്മിൽ യോജിപ്പിച്ചിരിക്കുന്നത്. മണ്ണത്താൽ നിങ്ങൾ ആരെങ്കിലും വേർപെടുന്നത് വരെ ശ്രദ്ധിക്കണം. ദൈവമാണ് ഞങ്ങളെ തമ്മിൽ യോജിപ്പിച്ചിരിക്കുന്നത്. ഒരു ബ്രോക്കറല്ല, ഒരു പാസ്റ്റല്ല, ഏതെങ്കിലും മാരേജ് ബ്യൂറോ അല്ല. ഈ ഘടകങ്ങളൊന്നുമില്ല. ഇതൊക്കെ അതിന് ബാഹ്യഘടമായിരിക്കാം. എന്നാൽ നിങ്ങളെ തമ്മിൽ യോജിപ്പിച്ചിരിക്കുന്നത് ദൈവമാണ്. ശാന്തനും സൗമ്യനുമാണ്. ഞാൻ പറഞ്ഞു, എന്തെങ്കിലുമൊക്കെ ദേഷ്യം വരുമ്പോൾ ക്രൈസ്തവരോട് സ്തോത്രം വേറെ ഒന്നും വ്യക്തിയെ കുറിച്ച് പറയരുത്. ക്രൈസ്തവരോട് സ്തോത്രം ആ ശാന്തത എല്ലാ തുറകളിലും കാണിക്കണം. എന്നറിയാമോ? ദൈവമാണ് നിങ്ങളെ തമ്മിൽ യോജിപ്പിച്ചിരിക്കുന്നത്. വ്യക്തിയുടെ കാര്യം വ്യക്തിയോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ദൈവമാണ് നിങ്ങളെ തമ്മിൽ യോജിപ്പിച്ചിരിക്കുന്നത് എന്ന കാര്യം മറക്കരുത്. എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ വാക്യം എന്നും ഓർക്കണം, മരണം വരെ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റോമാലേഖനം 7-ാം അധ്യായം 2-3 വാക്യമാണ്. റോമാലേഖനം 7-ന്റെ 2-3 വാക്യം. ന്യായപ്രമാണത്താൽ ന്യായപ്രമാണത്താൽ നിങ്ങൾ തമ്മിൽ യോജിപ്പിക്കപ്പെടുകയാണ്. എന്ന് വെച്ചാൽ ദൈവവചനം ആട്ടി ഊട്ടി ഉറപ്പിച്ചാണ് നിങ്ങളെ കൂടുതൽ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതിന് വ്യതിയാനം വരുത്തി പോകാൻ പാടില്ല. കാരണം ഈ വചനം എന്ന് പറയുന്നത് സ്വർഗീയ കോടതിയുടേതാണ്. സ്വർഗീയ കോടതിയുടെ വചനം നിങ്ങൾ തെറ്റിച്ചാൽ സ്വർഗീയ കോടതി തന്നെ നിങ്ങളെ പിന്തുടരും. അത് നിങ്ങളുടെ 10ാം തലമുറ വരെ നിങ്ങൾക്ക് കേടുവരുത്തുന്നതാണ്. അതുകൊണ്ട് എന്തെങ്കിലും ദോഷം വന്നു ഭവിച്ചിട്ട്, എന്തോ ബാധയാണ്, എന്തോ രോഗമാണ്, എന്തോ പ്രയാസമാണ്, എന്തോ ആഭിചാരമാണ്, അങ്ങനെയുള്ളതായ ഇടയങ്ങൾ പറഞ്ഞ് സമയം കളയരുത്. ദൈവവചനത്തിലേക്ക് മടങ്ങി വരിക. എന്ത് ക്രമക്കേടാണ് ജീവിതത്തിൽ കാണിച്ചിരിക്കുന്നത് അത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിച്ചോളണം. അതുകൊണ്ട് രണ്ടാമത്തെ വാക്യം റോമാലേഖനം 7-ാം അധ്യായം 2-3 വാക്യമാണ്. ദൈവവചനത്താൽ നിങ്ങളെ തമ്മിൽ യോജിപ്പിക്കുകയാണ്. അപ്പോൾ ദൈവത്താൽ യോജിപ്പിക്കപ്പെടുന്നു, ദൈവവചനത്താൽ നിങ്ങളെ യോജിപ്പിക്കപ്പെടുന്നു. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മലാഖ്യപ്രവചനം 2-ാം അധ്യായം അതിന്റെ 14-15 വാക്യമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പരസ്പരം ചെയ്യുന്ന ഉഭയസമ്മതത്താൽ നിങ്ങൾ തമ്മിൽ യോജിപ്പിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. അവിടെ മിന്നില്ല, പൊന്നില്ല, അവിടെ മന്ത്രകോടിയില്ല, കാര്യമില്ല, മറ്റു യാതൊരുവിധ കാര്യങ്ങളുമില്ല. ആത്മാക്കൾ നിങ്ങൾ 2 ആത്മാക്കളാണ്. നിങ്ങളെ സൃഷ്ടിച്ചത് സ്വർഗത്തിലെ ദൈവമാണ്. അതുകൊണ്ട് ആത്മാക്കളെ ഉടയവനാകുന്ന ദൈവത്താൽ നിങ്ങൾ തമ്മിൽ യോജിപ്പിക്കപ്പെടുന്നു. മറ്റൊരു ഉപാധിയോട് ഉപയോഗിക്കാൻ ദൈവം പറയുന്നില്ല. നിങ്ങൾ 2 മെറ്റീരിയൽ ആയിരുന്നെങ്കിൽ ഒരു ലോകം കൊണ്ട് നിങ്ങൾ യോജിപ്പിക്കാമായിരുന്നു. എന്നാൽ നിങ്ങൾ 2 ആത്മാക്കളാകിയാൽ നിങ്ങളെ സൃഷ്ടിച്ച ദൈവത്താലാണ് നിങ്ങൾ തമ്മിൽ യോജിപ്പിക്കപ്പെടുന്നത്. ഉഭയസമ്മതത്താൽ, പരസ്പരം ചെയ്ത ഉഭയസമ്മതത്താൽ. അത് മരണം വരെയും ലംഘിക്കുവാൻ നിങ്ങൾക്ക് പ്രമാണമില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും 2 പേരും വിശ്വസ്തരായിരിക്കണം. 2 പേരും വിശ്വസ്തരായിരിക്കണം. ഉഭയസമ്മതം ചെയ്ത് നിങ്ങൾ ഭർത്താവും ഭാര്യയായി ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ലിവിന് ഏത് പെൺകുട്ടിയോട് സംസാരിക്കുന്നതിനോട് ഒരു ബുദ്ധിമുട്ടില്ല. അല്ലെങ്കിൽ ആരോട് സംസാരിക്കാം, വ്യക്തിക്ക് ഏത് ആൺപിള്ളേരോട് സംസാരിക്കാം, ഒന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ വേറെ കാര്യം, നിങ്ങളുടെ മധ്യത്തിൽ സാക്ഷി എന്ന് പറയുന്നത് മനുഷ്യരല്ല, ദൈവമാണ്. നിങ്ങൾ 2 പേരുടെ മധ്യത്തിൽ ദൈവസാക്ഷിയായിരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങൾ ഉഭയസമ്മതത്തിന് ഭംഗം വരുന്ന ഒരു കാര്യവും ഏത് ചെറുപ്പക്കാരനോട് സംസാരിക്കാൻ പാടില്ല, ഏത് ചെറുപ്പക്കാരിയോട് സംസാരിക്കാൻ പാടില്ല. ലിവിന് ഏത് പെൺപിള്ളേരോട് സംസാരിക്കാം. പക്ഷെ നിങ്ങളുടെ കുടുംബജീവിതത്തിന് ഭംഗം വരുന്നതോ ഉഭയസമ്മതത്തിന് ദോഷം വരുന്നതായ കാര്യം മറ്റൊരു പെൺകുട്ടിയുമായി സംസാരിക്കാൻ ലിവിന് അനുവാദമില്ല. ആരോട് സംസാരിക്കാം? ഫ്രീ കൊടുത്തേക്കണം, സംസാരിച്ചോട്ടെ. അതുപോലെ വ്യക്തിക്ക് ഫ്രീ വരികയാണ്. ഏത് ആൺപിള്ളേരോട് സംസാരിക്കാം. പക്ഷെ നിങ്ങളെ ഉഭയസമ്മതത്തിന് ലംഘനം വരുന്ന ഒരു കാര്യത്തിലും വ്യക്തിക്ക് ഇടപെടുവാൻ അനുവാദമില്ല. സന്തോഷമായോ?
അത് പ്രത്യേകം വാങ്ങിച്ചോണം. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഈ ശുശ്രൂഷ പ്രയോജനകരമായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, ഏത് കാര്യം ചൊല്ലി സൗന്ദര്യപ്പിണക്ക നിമിത്തമോ മറ്റുള്ളവരുടെ പരപ്രേരണ നിമിത്തമോ എന്തെങ്കിലും കാരണത്താൽ ഭാര്യ ഭർത്തൃ ബന്ധം വേർപെടുവാൻ അനുവാദമില്ല. അത് പറയുക. മരണം നിങ്ങളെ തമ്മിൽ വേർപെടുത്തുന്നത് വരെ, നിങ്ങൾ യോജിപ്പിക്കുന്ന ദൈവമാണ്. ഇനി മരണം നിങ്ങളെ തമ്മിൽ വേർപെടുത്തുന്നത് വരെ വേർപാട് അന്വേഷിക്കുവാൻ പാടില്ല. ഹല്ലേലൂയ. നിങ്ങൾ മേലാൽ രണ്ടല്ല ഒന്നാണെന്ന് കർത്താവ് ദാസൻ പറഞ്ഞു. ആ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. നിങ്ങൾ രണ്ടുപേരും വേർപെടുവാൻ നിങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും പരപ്രേരണയാലോ ഇത് ചെയ്യുവാൻ അനുവാദമില്ല. സ്വർഗീയ കോടതി നിങ്ങളെ വെറുതെ വിടത്തില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്താൽ കൂട്ടിച്ചേർക്കപ്പെടുന്ന ഒരു ബന്ധം, അത് മരണം വരെയും രണ്ടുപേരും സൂക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ഈ മാതാപിതാക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ മാതാപിതാക്കളുടെ കുടുംബജീവിതത്തിന്റെ പൂർത്തീകരണം നടന്നൊരു ദിവസം കൂടെയാണ് ഈ വിവാഹനാളെന്ന് പറയുന്നത്. കാരണം അവരുടെ കുഞ്ഞുങ്ങളെ സ്വന്തം പത്യോപദേശം പറഞ്ഞുകൊടുത്ത് അവരെ യൗവനം ആരും തുച്ഛീകരിക്കാതെ സൂക്ഷിച്ച് വേണ്ടുന്ന ആലോചനകൾ നൽകി, വിദ്യാഭ്യാസം നൽകി, പ്രാർത്ഥനാ ജീവിതം നൽകി, ആത്മീയ ജീവിതം നൽകി, സൺഡേ സ്കൂളിൽ വിട്ട് പഠിപ്പിച്ച് വചനത്തിന്റെ പത്യോപദേശത്തിൽ അവരെ നിലനിർത്തി. ഇന്ന് ഒരു സ്തോത്രം വരന്റെ വലത്തുഭാഗത്തിരിക്കുവാൻ ബെറ്റിക്കും ഇടത്തുഭാഗത്തിരിക്കുവാൻ ലിബിനും ദൈവം അവസരം ഒരുക്കി. അത് ഈ മാതാപിതാക്കളുടെ കണ്ണുനീരും പ്രാർത്ഥനയുമാണ്. അവരുടെ കുടുംബജീവിതത്തിന്റെ പൂർത്തീകരണം കൂടെയാണ് ഇന്ന് ഇവിടെ നിവൃത്തിയായിരിക്കുന്നത്. ഈ പ്രിയപ്പെട്ടവരുടെ കുടുംബജീവിതത്തിന്റെ പൂർത്തീകരണം സ്വന്തം കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി അഭിഷിക്തന്മാരെ മുൻപിൽ നിർത്തി വേദിയിലിരുത്തി വചനങ്ങൾ പറഞ്ഞുകൊടുത്ത് അവരെ കൈ കൊടുത്ത് അവരെ ഭാര്യയും ഭർത്താവുമായി തീർന്ന ഈ പ്രത്യേക സുഖനെ കണ്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ ഇതിന് സാക്ഷ്യം വഹിക്കുക മാത്രമല്ല, ഇതിന്റെ പേരിൽ ഒരു പിടിച്ചോരവരുള്ളുമ്പോൾ അവർ കുടുംബജീവിതത്തിന്റെ സ്വന്തം പൂർത്തീകരണം അവരവിടെ നടന്നു കാണുകയാണ്. ദൈവത്തിന് സ്വന്തം ചെയ്താട്ടെ. ഞാൻ പറഞ്ഞു വിലക്കില്ലാത്ത ഒരേ ഒരു കാര്യം സ്വന്തത്തിന് മാത്രമാണ്. ദൈവത്തിന് സ്തോത്രം. അത് നമ്മൾ മനസ്സിലാക്കണം. 90 അല്ലെങ്കിൽ 80, 70, 100 വർഷം നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചേക്കാം. പക്ഷേ ഒരു കുടുംബജീവിതത്തിന്റെ പൂർത്തീകരണം കാണുവാൻ തങ്ങളുടെ തലമുറയെ വചനത്തിന്റെ പത്യോപദേശം പറഞ്ഞു കൊടുത്ത് ഇതുപോലുള്ള ഒരു വേദിയിൽ എത്തിച്ച് അഭിഷിക്തന്മാരാൽ അവരുടെ വിവാഹം നടക്കുന്നത് കാണുമ്പോൾ അവിടെയാണ് ഓരോ കുടുംബജീവിതത്തിന്റെയും പൂർത്തീകരണം നടക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് സ്തോത്രം. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഓടിച്ചു വിടുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ കൈ കൊടുത്ത് പരസ്പരം ഉഭയസമ്മതം ചെയ്ത് ഭർത്താവും ഭാര്യയുമായി അവർ തീരാൻ പോവുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം, മോളെ നിന്റെ ആത്മീയ ജീവിതത്തിൽ വേണ്ടുന്നതായ എല്ലാ ഉപദേശവും നിന്റെ മാതാപിതാക്കൾ നൽകിയിട്ടുണ്ട്. നിന്നെ കുറിച്ച് ഞാൻ കേട്ടത് പക്വതയുള്ള, സൗമ്യതയുള്ള, താഴ്മയുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട പെൺകുട്ടി എന്ന നിലയിലാണ്. നീ എന്നൊരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിലെ കാൽ വെച്ച് കയറുകയാണ്. നീ അവിടെ ചെല്ലുന്നത് മുഖാന്തരം ആ ഭവനം അനുഗ്രഹിക്കപ്പെടണം. ആ മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെടണം. ഈ മാതാപിതാക്കളെ കരുതാതെ ഏത് മാതാവായാലും ഏത് പിതാവായാലും ഏത് കുടുംബത്തിലായാലും കയറി വരുന്ന പെൺകുട്ടി ആ മാതാപിതാക്കളെ കരുതുന്നില്ല എങ്കിൽ അവരുടെ കുടുംബജീവിതം വിജയകരമായി തീരത്തില്ല. ആദ്യമേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ അനുഭവത്തിലേക്ക് ആക്കിക്കൊണ്ടുവന്ന മാതാപിതാക്കളെ നീ സ്വന്തം മാതാവായി, പിതാവായി, സഹോദരങ്ങളായി അവരെ കാണുവാനായി നീ മനസ്സ് വയ്ക്കണം. ദൈവത്തിന്റെ സ്തോത്രം. നീ ഇന്നലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്നാണ് ഞാൻ അറിയുന്നത്, അല്ലേ? ഇന്നലെ അവൾ വീട്ടിൽ നിന്ന് അവരെ ഒരുങ്ങി ഇറങ്ങി പ്രാർത്ഥിച്ച് ദൈവദാസൻ പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ നീ കരഞ്ഞു. ഞാൻ വിശ്വസിക്കുന്ന അവൾ കരഞ്ഞുകൊണ്ടാണ് അവിടെ ഇറങ്ങിയത്. അതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ആ വീട്ടിൽ നിന്നുള്ള ബന്ധം നീ വേർപെടുത്തി വേറൊരു ഭവനത്തിലേക്ക് നീ വന്നു കയറുകയാണ്. നീ ഇന്നലെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സ്തോത്രം, ആ വീടുമായിട്ടുള്ള ബന്ധം തീർന്നു മോളെ.
നിനക്ക് തരാനുള്ളതെല്ലാം തന്നു. നിനക്ക് തരാനുള്ളതെല്ലാം തന്നു. നീ ആ വീട്ടിൽ നിന്ന് പോരുമ്പോൾ ആ വീടുമായിട്ടുള്ള ബന്ധം വിട്ടു. പ്രൈസലോട്. ജന്മം കൊണ്ട് മകളായിരുന്നു ആ വീട്ടിലോട്. ജന്മം കൊണ്ട് മകളായിരുന്നവൾ ജന്മം കൊണ്ടുള്ള മകൾ സ്ഥാനത്ത് നിന്ന് വിട്ട് നിയമം കൊണ്ട് മകളാകുന്ന ഒരു സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ്. ഇതെല്ലാ വീടുകളിലും ഇത് തന്നെയാണ് പ്രോസസ്. എല്ലാ കുടുംബങ്ങളിലും നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഹല്ലേലൂയ. ഇത്രയും കാലം ജന്മം കൊണ്ട് മകളായി, പ്രത്യേകിച്ച് മകളാകുമ്പോൾ ഇച്ചിരൂടെ കൊഞ്ചലും ലാവയൊക്കെ കൂടും. മാതാപിതാക്കളെ വിട്ടുപിരിയുക എന്ന് പറഞ്ഞാൽ മൂത്ത മോളായാലും ചെറിയ മോളായാലും ഒക്കെ എല്ലാം കണക്കാണ്. ആ ബന്ധം വേർപെട്ട് പോരുന്ന സമയത്ത് കരഞ്ഞ് അവൻ കണ്ണീരോടുകൂടെ പോരുമ്പോൾ ജന്മം കൊണ്ട് മകളായിരുന്നവൾ അത് വിട്ട് നിയമം കൊണ്ട് മകളാകുവാൻ അവൾ ഇറങ്ങി തിരിച്ചതാണ്. ഇന്ന് നീ നിയമം കൊണ്ട് മകളാകാൻ പോവുകയാണ്. ഈ നിയമം കൊണ്ട് മകളാകുന്ന ആ ബന്ധം എന്ന് പറയുന്നത് ഒത്തിരി ശ്രദ്ധിക്കണം. മോളെ, നീ കടന്നു ചെല്ലുന്ന ഭവനത്തിൽ നീ അത് ഒത്തിരി ശ്രദ്ധിക്കണം. കാരണം ജന്മം കൊണ്ട് മകളല്ല, നിയമം കൊണ്ടാണ് നീ മകളാകുന്നത്. ജന്മം കൊണ്ട് മകളായിരുന്നപ്പോൾ നീ എന്തെങ്കിലും അവനെ തെറ്റ് കാണിച്ചാൽ നിന്റെ മാതാപിതാക്കൾ ശാസിക്കും, ശിക്ഷിക്കും, അല്ലെ അവർ കണ്ടില്ലെന്ന് പഠിക്കും, അവർ ക്ഷമിക്കും, സഹിക്കും. അതൊക്കെ വേറെ ബന്ധമാണ്. എന്നാൽ നിയമം കൊണ്ട് മകളാകുമ്പോൾ ഒത്തിരി എടുത്ത് ശ്രദ്ധിച്ചേ മതിയാവും. നീ കടന്നു ചെല്ലുന്ന സ്ഥാനത്ത് നിന്റെ കൊമ്പ് ഉയർന്നു തന്നെ ഇരിക്കണം. മറക്കല്ല്. നീ കടന്നു ചെല്ലുന്ന സ്ഥാനത്ത് നിന്റെ കൊമ്പ് ഉയർന്നു തന്നെ നിൽക്കണം. എങ്ങനെ? പ്രാർത്ഥനയുടെ കൊമ്പ് ഉയർന്നിരിക്കണം, ദൈവാശ്രയത്തിന്റെ കൊമ്പ് ഉയർന്നിരിക്കണം, താഴ്മയുടെ കൊമ്പ് ഉയർന്നിരിക്കണം, സൗമ്യതയുടെ കൊമ്പ് ഉയർന്നിരിക്കണം, പാചകത്തിന്റെ കൊമ്പ് ഉയർന്നിരിക്കണം, സ്വന്തം സഹിഷ്ണുതയുടെ കൊമ്പ് ഉയർന്നിരിക്കണം, അതിഥി സൽക്കാരത്തിന്റെ കൊമ്പ് ഉയർന്നിരിക്കണം. ഈ മേഖലയിൽ നീ നിന്റെ കൊമ്പ് ഉയർത്തിപ്പിടിച്ച് താഴ്മയോടും വിനയത്തോടും സൗമ്യതയോടും നീ കാലെടുത്ത് വയ്ക്കുന്ന കുടുംബത്തിന് ഒരു അനുഗ്രഹ വിഷയമായി മാറും. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിനക്ക് മുമ്പേ 2 പെൺപിള്ളേര് അവിടെ വന്നു കയറിയിട്ടുണ്ട്. ഇവർ 2 പേരുടെയും വിവാഹം നടത്തിയത് ഞാനാണ്. നിങ്ങൾ 3 പേരും കൂടെ കുടുംബം യൂണിയൻ ഒന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവർ 3 പെൺപിള്ളേരുടെ കൂടി ഒരു യൂണിയൻ പ്രഖ്യാപിക്കുന്ന അനുഭവം ഒക്കെ ചെയ്യരുത്. ഷാനി, നീ മൂത്തവളാണെന്നുള്ള തന്റെ കാണിക്കരുത്. ഞാൻ 2ാമതുള്ള കാര്യമൊന്നും തന്റെ ഗസല കാണിക്കരുത്. ഞാൻ 3ാമത് വന്നതാണെന്നുള്ള നന്ദി കാണിക്കരുത്. ഒരു കാര്യം എനിക്ക് നിങ്ങളെ പ്രബോധിപ്പിക്കാണ്. നിങ്ങൾ ചേർത്തി അനിയന്മാർ 3 പേരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുക. പരസ്പരമുള്ള സ്നേഹം, പരസ്പരമുള്ള ബഹുമാനം, പരസ്പരമുള്ള കീഴങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആവശ്യമാണ്. അപ്പൊ ഈശ്വരത്തിൽ അയ്യൂനെ എനിക്കറിയാം, ലിജോയെ എനിക്കറിയാം, ലിബിനെ എനിക്കറിയാം. ശാന്തരായ 3 കുഞ്ഞുങ്ങളാണ്. അമ്മ സ്തോത്രം കണ്ടുവിട്ടത്. അമ്മ സ്തോത്രം. സ്തോത്രം. അപ്പൊ ഈ 3 പേരും ഭാര്യമാരായി നിങ്ങൾ അവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. ഒരു കുടുംബത്തെ ഞാൻ പരിചയപ്പെടുത്താം. യാക്കോബിന്റെ കുടുംബം. സ്വന്തം ചേട്ടത്തി അനിയത്തിയാണ് യാക്കോബിന്റെ ഭാര്യമാർ. പക്ഷെ 2 പേരും സ്വരച്ചേർച്ചയില്ലാതെ വന്നു. സ്വരച്ചേർച്ചയില്ലാതെ വന്നപ്പോൾ അവർക്ക് ജനിച്ച തലമുറ അവനെ സ്വരച്ചേർച്ചയില്ലാതെ വന്നത് മാത്രമല്ല, അവർ ഒരുവൻ എല്ലാവരും കൂടെ ചേർന്ന് ഒരുവന് 20 വെള്ളിക്കാശിന് വിൽക്കാനിടയായി. സ്വന്തം സഹോദരങ്ങൾ ഒരുവനെ, കൂട്ടത്തിലുള്ള ഒരുവനെ വിൽക്കാനിടയായി തീർന്നതിന്റെ കാരണം അതിന്റെ ആരംഭം ആ രണ്ട് മാതാക്കളിൽ നിന്നായിരുന്നു. ആ 2 മാതാക്കൾ ഒരു കുടുംബത്തിൽ ഒരു അപ്പന്റെ മക്കളാണ്. എന്നിട്ട് പോലും ആ കുടുംബത്തിൽ 12 മക്കളും 12 സ്വഭാവമുള്ളവരും ഒരുവനെ വിൽക്കുന്ന തലത്തിലേക്ക് അത് വരാൻ കാരണം അവരുടെ ഇടയിലെ ഐശ്വര്യക്കുറവും ഐക്യതക്കുറവും സ്നേഹക്കുറവുമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ 3 കുഞ്ഞുങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കണം. അമ്മേ സ്തോത്രം. ഷാനി, സ്തോത്രം ഗസിലയും, അമ്മേ സ്തോത്രം ബെറ്റി. നിങ്ങൾ 3 പേര് ശ്രദ്ധിക്കണം. 3 പേര് ചേർത്തി അനിയത്തിമാർ സ്നേഹത്തിൽ ഐക്യതയിൽ മരണം വരുന്നതെന്നാൽ നിങ്ങൾക്കുണ്ടാകുന്ന തലമുറയും ഐക്യതയിലും സ്നേഹത്തിലും കോളായേരി കുടുംബത്തിന്റെ ബന്ധം ആട്ടിയൂട്ടി ഉറപ്പിക്കുന്നതിന് കാരണമായി തീരും. സ്തോത്രം. സമ്മതിക്കുന്നു? തീർച്ചയായിട്ടും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനിടയാകും. ഇല്ലെങ്കിൽ തലമുറകൾ തമ്മിൽ ചേർത്തില്ല. ഒരുവനെ കാണുന്ന ഒരുവന് ഇഷ്ടമില്ലാതെ വരും. അതിനെ വഴി നിങ്ങളായിട്ട് ഒരുക്കരുത്.
നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുവാൻ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ സ്തോത്രം, മാതാവിനെയും പിതാവിനെയും അവരുടെ കുടുംബാംഗങ്ങളെയൊക്കെ ബഹുമാനിക്കണം. നിങ്ങളെ 3 പേരോടുള്ള സംബന്ധിച്ചു നിങ്ങളോട് ഞാൻ പറഞ്ഞതാണ്. എങ്കിൽ ഒന്നുകൂടെ ആട്ടിയൂട്ടി ഓർപ്പിക്കുക. എവിടെയെങ്കിലും കണ്ണി പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് വിളക്കി ഇണക്കി ചേർക്കാൻ വേണ്ടിയിട്ടായി പറയാം. 3 പേരും ഒരുമയോടെ നിൽക്കണം, സ്നേഹത്തോടെ കാണണം. സ്തോത്രം. നിങ്ങൾ സ്നേഹത്തോടെ പെരുമാറുന്നത് നിങ്ങളുടെ മാതാപിതാക്കളും സഹോദര കുടുംബങ്ങളും എല്ലാവരെയും കാണുമാറാകട്ടെ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങളോടായി, പ്രാർത്ഥനാ ജീവിതം മുടങ്ങരുത്. കുടുംബ പ്രാർത്ഥന മുടങ്ങരുത്, ദൈവാശ്രയം മുടങ്ങരുത്. ദൈവാശ്രയം മുടങ്ങാതെ, പ്രാർത്ഥനാ ജീവിതം മുടങ്ങാതെ സ്തോത്രം എല്ലാ നിലയിലും കാത്തു സൂക്ഷിക്കാൻ നിങ്ങളുടെ ജീവിതം നിങ്ങൾ പഠിച്ചിരിക്കണം. ബെറ്റി ഒരു കാര്യം സ്വന്തമായി തീരുമാനമെടുക്കരുത്. ബെറ്റിയുടെ തീരുമാനമെല്ലാം ലിബിനോട് ചോദിച്ചിട്ടായിരിക്കും. ലിബിനോട് ചോദിച്ച് ആ കാര്യം ചെയ്യണം. മറ്റൊരു കാര്യം അവർ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, എവിടെയെങ്കിലും യാത്ര പുറപ്പെടുമ്പോൾ ഒരുങ്ങി ഇറങ്ങുമ്പോഴല്ല മാതാപിതാക്കൾ അറിയേണ്ടത്. അവരെ സ്തോത്രം വളരെ കഷ്ടപ്പെട്ട് പഠിച്ചു വന്ന അല്ലെങ്കിൽ വളർന്നു വന്നൊരു കുടുംബമാണ് ലിബിനൊക്കെ. വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കി വളർന്നതാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എവിടെയെങ്കിലും ഒരുങ്ങി ഇറങ്ങി പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ മാതാപിതാക്കളോട് ആ കാര്യം ആദ്യമേ പറയാം. അവർ പ്രാർത്ഥിക്കട്ടെ നിങ്ങളുടെ യാത്രയ്ക്ക് വേണ്ടി. നിങ്ങൾ ഒരുങ്ങി ഇറങ്ങി എവിടെ പോകുന്നു വെച്ചാൽ ഞങ്ങൾ ഇങ്ങോട്ട് വരെ പോകാൻ എല്ലാവരും പോയാൽ അവർക്ക് വേദനയുണ്ടാകും. നേരത്തെ പറഞ്ഞമ്മേ അതെ പാപ്പ ഞങ്ങൾ ഇങ്ങോട്ട് പോകാണ്, അതുകൊണ്ട് ആ കാര്യം ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞു. ആ കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്തോത്രം മറക്കരുത്. രണ്ടാമത്തെ കാര്യം വ്യക്തിയോട് എനിക്ക് അടുത്തത് പറയാനുള്ളത്, നീ ഒരു രഹസ്യം സൂക്ഷിക്കുന്നതായിരിക്കണം. ഭർത്തൃ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങളാണ്. നിന്റെ വീട്ടിലെ രഹസ്യം നീ ഭർത്താവിനോട് പറയണം. ഇനി വേറൊരു കാര്യങ്ങൾ പറയും, നീ പഠിച്ചു വന്ന നാൾ വഴിയിലെ ഒരു കാര്യവും നിന്റെ ഭർത്താവിനോട് ഇന്ന് വരെയുള്ളത് പറയണം. ലിവിനോട് എനിക്ക് പറയാനുള്ളത്, നീ പഠിച്ചു വന്ന നാൾ വഴിയിലെ ഒരു കാര്യവും ഒരു സാഹചര്യവും രണ്ടുപേരോടും പറയാം. തമ്മിൽ ഇപ്പോൾ ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല, ഷെയർ ചെയ്യരുത്. എന്തോ കുഴപ്പമുണ്ടായിട്ടെന്നല്ല ഞാൻ പറഞ്ഞത്, അത് വിട്ടു പറയുക. കാരണം വ്യക്തി അവന്റെ മുമ്പിൽ കുമ്പസാരിച്ചാൽ അവൻ മനസ്സിൽ വടി വെട്ടിക്കൊണ്ടിരിക്കും. അവസരം വരുമ്പോൾ വടിയെടുത്ത് നിന്നെ അടിക്കും. സ്വന്തം ഇവൻ എന്തെങ്കിലും പഴയ കാര്യത്തെ കുറിച്ച് ഇവിടെ മുമ്പിൽ കുമ്പസാരിച്ചാൽ ഇവിടെ മനസ്സിൽ വടി വെട്ടിക്കൊണ്ടിരിക്കും. അവസരം വരുമ്പോൾ അത് ഉപയോഗിക്കും. അത് വേണ്ട. എന്നാൽ ഒരു കാര്യം, പ്രൈസലോട് ഇന്നു മുതൽ എല്ലാ കാര്യം പറഞ്ഞിരിക്കണം. ഇന്നു മുതൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കണം. നീ നിന്റെ ഭർത്താവിനെ കീഴ്പ്പെടണം, അനുസരിക്കണം, ബഹുമാനിക്കണം. സ്വന്തം ഏതൊരു കാര്യവും രണ്ടുപേരും ഒരുമിച്ച് ആലോചിച്ച് ചെയ്യുക. അല്ലാതെ ഒരു രഹസ്യവും നിങ്ങൾ രണ്ടുപേരുടെയും ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. കീഴ്പ്പെടുകയും അനുസരിക്കും. ഒരു കാര്യം കൂടി ഞാൻ ആധികാരികമായി പറയാം. മോളെ, നീ അവന് കീഴ്പ്പെടുവാൻ നിനക്ക് മനസ്സിലായെങ്കിൽ, ആ കുടുംബത്തോട് ഏകീഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നീ ഇന്നത് കൈ കൊടുക്കരുത്. നിന്നെ വിവാഹം കഴിച്ച് അവൻ ആദ്യമേ പറഞ്ഞു, നിന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി അവിടുന്ന് പ്രാർത്ഥിച്ചിറങ്ങിയപ്പോൾ തന്നെ നിന്റെ ബന്ധം കഴിഞ്ഞു. അങ്ങനെ തന്നെ. പക്ഷെ ഒരു കാര്യം, നിനക്ക് ആ വീട്ടിൽ പോകാം, അതിഥിയായിട്ട് പോകാം. അവിടെ ചെന്ന് എന്തെങ്കിലും കിട്ടിയെങ്കിൽ അവിടെ ഒരു ബന്ധത്തിൽ കെട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. എന്തെങ്കിലും വെള്ളം കുടിക്കാൻ കിട്ടിയെങ്കിൽ മേടിച്ച് കുടിച്ചോണം. ഇച്ചിരി ദൂരം ഉള്ളതുകൊണ്ട് അതി ഉറങ്ങിക്കും. പിറ്റേ ദിവസം രാവിലെ ഫസ്റ്റ് വണ്ടി കഴിക്കണം. പുലിപ്പാറയിൽ പുലിപ്പാറയിൽ ഫസ്റ്റ് വണ്ടി കിട്ടിയില്ല, നേരിട്ടുള്ള വണ്ടി കിട്ടിയില്ലെങ്കിൽ വടക്കഞ്ചേരി കയറുക. വടക്കഞ്ചേരി നേരെ സ്തോത്രം നിലമ്പൂരിൽ കയറുക, അല്ലെങ്കിൽ പാലക്കാട് വഴി. ഓക്കെ, ഒരു 5 ഉറങ്ങാൻ നിനക്ക് അനുവാദമുണ്ട് അവിടെ ചെല്ലുമ്പോൾ. എന്ന് വെച്ചാൽ കൂടുതൽ അവകാശം ഒന്നും അവിടെ പറയാൻ നിൽക്കരുത്. എനിക്ക് നിങ്ങളുടെ വേണമെന്ന് പറയാൻ പോകരുത്, പാത്രം പറക്കാൻ പോകരുത്. യാതൊരു അവകാശവാദവും ഉന്നയിക്കാതെ നീ ദൈവത്താൽ അനുഗ്രഹിക്കണം. എന്തില്ലെങ്കിലും നിനക്ക് തരുന്നൊരു ദൈവമുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കൾ കഴിയും തരുന്നതിനേക്കാളൊക്കെ ശ്രേഷ്ഠമായിരിക്കും. നിനക്ക് തരുവാൻ, നിന്റെ കാര്യങ്ങൾ നടത്തുവാൻ നീ ആശ്രയിച്ചു വന്നിരിക്കുന്ന
സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നന്നായി നിന്നെ അറിയുന്നുണ്ട്. നീ ചോദിച്ചതിലും നിലച്ചതിലും അത്യുന്നതപരമായി നിന്നെ അനുഗ്രഹിക്കുന്നവനാണ് നീ സേവിക്കുന്ന ദൈവം. നിന്റെ മാതാപിതാക്കൾ തന്നിട്ടല്ല, ഇവിടുത്തെ കുടുംബത്തിന് ലഭിച്ചിട്ടല്ല, നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ദൈവത്തിന്റെ സ്തോത്രം. മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്തുവാനുള്ളത്, ഒരു സ്ത്രീ എന്ന നിലയിൽ ദൈവം നിനക്ക് കനിഞ്ഞു നൽകിയ ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് നിന്റെ ഭർത്താവിനെ ദാനമായി നൽകുക. ഒരു സ്ത്രീ എന്ന നിലയിൽ ദൈവം നിനക്ക് കനിഞ്ഞു വന്നിരിക്കുന്ന എല്ലാ കഴിവുകളും എല്ലാവിധമായ കാര്യങ്ങളും അത് നിന്റെ ഭർത്താവിനെ നീ ദാനമായി നൽകുക, അവന് കൊടുക്കാനുള്ളതാണ്. ഇതിനോട് എനിക്ക് പറയാനുള്ളത്, ഒരു ഭർത്താവ് എന്ന നിലയിൽ നിനക്ക് നൽകിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, ഒരു പുരുഷനെന്ന നിലയിൽ നിനക്ക് നൽകിയിരിക്കുന്ന ദൈവം കഞ്ഞി നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും അത് നിന്റെ ഭാര്യയ്ക്കുള്ളതാണ്. ഇതിന്റെ രണ്ടിന്റെയും മധ്യത്തിൽ മറ്റൊരാൾ വരാൻ പാടില്ല. ഇവിടെ ഒരുങ്ങി ഇറങ്ങുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, ഇവിടെ പ്രശംസിക്കുന്ന നിന്റെ വസ്ത്രധാരണം നന്നായിരിക്കുന്നു എന്ന് പറയുന്നത് മറ്റാരുമല്ല, നീ മാത്രമായിരിക്കും. നീ അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ആരെന്ന് പറയുന്നത് വിഷയമല്ല. നീ സ്തോത്രം അത് പറയണം. അവളെ വസ്ത്രധാരണം, അവളെ എല്ലാ കാര്യങ്ങളും. കറിക്ക് ഉപ്പ് കൂടിപ്പോയാൽ സ്തോത്രം, കറിക്ക് ഇച്ചിരി എരിവ് കൂടിപ്പോയി സ്തോത്രം, ഒരുമിച്ച് മാതാപിതാക്കളോടൊപ്പം ഭക്ഷണം കഴിക്കാൻ ഇരിക്കുക. ആ സമയത്ത് ഒരു ഒച്ചത്തിൽ വ്യക്തിയെ തന്നെ വിളിച്ചിട്ട് ഇതെന്തോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ചോദിക്കണം. അങ്ങനെ പറയണം. ഹല്ലേലൂയ. നീ അവിടെ ഇരുന്ന് വ്യക്തി എന്തോ മോനെ എന്നാണ് വിളിക്കുന്നത്, എന്തോ അല്ലെങ്കിൽ വ്യക്തി എന്ന് വിളിച്ചിട്ട് നന്നായിരിക്കുന്നു എന്ന് പറയുക. നന്നായിരിക്കുന്നു പറയുമ്പോൾ കറി ഇച്ചിരി പോകുന്നതാണെങ്കിലും എരിവുള്ളതാണെങ്കിലും ഇച്ചിരി ഉപ്പ് കൂടിപ്പോയാലും ഇവരൊക്കെ ചിന്തിച്ചോളൂ. എന്താ ചിന്തിക്കുന്നതാണോ, അവന്റെ ഇഷ്ടത്തിന് അവൾ ഉണ്ടാക്കിയതാണ്, അപ്പൊ നമുക്ക് കഴിച്ചിട്ട് പോയാൽ മതി എന്നുള്ളതാണ്. ഏത് നിന്റെ ഇഷ്ടത്തിന് അവൾ ഉണ്ടാക്കിയത്, അത് നീ അതിന് അവസരം ഒരുക്കുന്നത്. ഒരു കാരണവശാലും നിന്റെ മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ച്, നിന്റെ സഹോദരങ്ങളുടെ മുമ്പിൽ വെച്ച്, മറ്റാരുടെയും മുൻപിൽ വെച്ച് നിന്റെ ഭാര്യയെ ശാസിക്കാനും നിന്റെ ഭാര്യയെ വഴക്ക് പറയാനും നിനക്ക് അനുവാദമില്ല. ഇല്ല. നിന്റെ ഭാര്യയെ ശാസിക്കാനും ഒന്നും മറ്റുള്ള മുമ്പിൽ വെച്ച് ശാസിക്കാനും വഴക്ക് പറയാനും നിനക്ക് അനുവാദമില്ല. അതുപോലെ വ്യക്തി, നിന്റെ ഭർത്താവിന്റെ കഴിവിൽ നീ സന്തോഷിക്കണം. അവന്റെ സമ്മതിയിലും അവന്റെ സ്വഭാവത്തിലൊക്കെ നീ പ്രശംസിക്കണം. അത് നിന്റെ ആവശ്യമാണ്. കാരണം നിനക്ക് ഭർത്താവായിട്ട് വേറെ ആരെയും ദൈവം കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഉൽപ്പാദ വരെ വരേണ്ടി വന്നത്. കാരണം അവളെ മാത്രം നിന്നെ ഭാര്യയായിട്ട് അവൻ എടുക്കാൻ ഉടൻ വരെ വന്നത് ഇവൻ മാത്രമാണ് നിന്റെ ഭർത്താവ്. അതുപോലെ നിനക്ക് ഇവൾ മാത്രമാണ് നിന്റെ ഭാര്യ. മറ്റൊരു സ്ത്രീയെ താഴ്മപ്പെടുത്തി ചിന്തിക്കാൻ നിനക്ക് അനുവാദമില്ല. മറ്റൊരു പുരുഷനെ താഴ്മപ്പെടുത്തി ചിന്തിക്കാൻ നിനക്ക് അനുവാദമില്ല. നിനക്ക് ദൈവം കനി നൽകിയത് ലിബിനെയാണ്. ലിബിന് ദൈവം കനി നൽകിയത് വ്യക്തിയാണ്. അതുകൊണ്ട് മറ്റൊരു രീതിയിലും നിങ്ങൾ ചിന്തിച്ചു പോകുവാൻ നിങ്ങൾക്ക് അനുവാദമില്ല. നിങ്ങളുടെ മനസ്സിൽ സ്തോത്രം രണ്ടുപേരുമല്ലാതെ മൂന്നാമതൊരാൾ വരാൻ പാടില്ല. സ്തോത്രം. അതുകൊണ്ട് തമ്മിൽ പ്രശംസിക്കുക, കഴിവിനെ മാനിക്കുക. ഇനി വ്യക്തി ചെയ്ത തെറ്റ് തിരുത്താൻ ലിബിന് അധികാരമുണ്ട്, അവകാശമാണ്. അത് നിങ്ങൾ രണ്ടുപേരും മാത്രമുള്ളപ്പോഴാണ്. മറ്റുള്ളവർ കേൾപ്പിക്കുക, ഒച്ച പറയുകയല്ല. റൂമിൽ രണ്ടുപേർ ഒറ്റയ്ക്ക് ഉള്ളതും പുറത്ത് നിൽക്കുന്നവരോട് കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവർ സംസാരിക്കരുത്. സ്വന്തം വിട്ട് സംസാരിക്കരുത്. രണ്ടുപേരും മാത്രമുള്ളപ്പോൾ അവരവരുടെ കുറവുകൾ അവരവർ സമ്മതിക്കുക. വ്യക്തി ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവൻ നിന്റെ അടുത്ത് വരുന്നില്ല, നിങ്ങൾ വേണ്ട ലോകം കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നീ അവനെ കയറി പിടിച്ചോളണം. വിടരുത്. എന്താ കാര്യമെന്ന് തുറന്നു പറയണമെന്ന് പറയണം. സ്തോത്രം. അപ്പോൾ അവൻ പറഞ്ഞില്ലെങ്കിൽ അവനെ കൊണ്ട് പറയിപ്പിക്കണം. എന്താ കാര്യം എനിക്കറിയണം എന്ന് പറഞ്ഞ് അവന്റെ കയ്യെ കയറി പിടിച്ച് അവനെ കൊണ്ട് പറയിപ്പിക്കണം. ആ സമയത്ത് നീ നിന്റെ ഭാഗത്തെ ന്യായീകരിക്കാൻ നിൽക്കരുത്. ചെയ്യേണ്ടതെന്നാണെന്നറിയാമോ? പ്രൈസലോട് സ്തോത്രം. ഞാൻ തെറ്റ് ചെയ്തു പോയി, അല്ലെങ്കിൽ എനിക്ക് തെറ്റ് സംഭവിച്ചു, ന്യായീകരിക്കരുത്. ശരിയാണെന്നറിയാം, എങ്കിൽ പോലും സമ്മതിച്ചോണം, ഞാൻ തെറ്റ് ചെയ്തു, എന്നോട് ക്ഷമിക്കണം. എന്ന് പറയാൻ മടി കാണിക്കരുത്. അതുകൊണ്ട് എന്റെ ഭാഗത്ത് വന്ന തെറ്റ് ഞാൻ ഏറ്റു പറയുന്നു, എന്നോട് ക്ഷമിക്കണമെന്ന് പറയാൻ കണ്ണെന്ന് നിറഞ്ഞ് അത് പറയുന്നെങ്കിൽ
തീർച്ചയായിട്ടും അത് ഉരുകിത്തീരാനുള്ള വിഷയമേ. പല കുടുംബങ്ങളിൽ ഉരുണ്ടുകൂടി പെയ്തിറങ്ങാൻ കഴിയാതെ കാർമേഘം കയറി ഭർത്താവും ഭാര്യയും തമ്മിൽ നടക്കുന്നതിന് കാരണം സ്തോത്രം ഹല്ലേലൂയ. എന്റെ ഭാര്യ തെറ്റ് സംഭവിച്ചു പോയി എന്ന് ഭാര്യ സമ്മതിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല, നിങ്ങളങ്ങ് പറഞ്ഞോ തെറ്റ് സംഭവിച്ചു പോയി. സ്തോത്രം, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞോ. അങ്ങനെ പറയാമെങ്കിൽ സകല കാർമേഘങ്ങൾ ഉരുകി തീരാവുന്ന വിഷയങ്ങളേ ഉള്ളൂ. സ്തോത്രം, ഒരു കാരണവശാലും ഒരു വക്കീലിനെ അന്വേഷിക്കാൻ പോകരുത്. ഒരു കാര്യം കാരണവശാലും ഒരു കൗൺസിലിംഗ് സെന്ററിൽ പോകരുത്. ഒരു കാരണവശാലും നിങ്ങളുടെ പൈസ നിന്റെ അധ്വാന ഫലം നീ തിന്നും എന്ന് പറഞ്ഞിരിക്കുന്നത് അത് നിങ്ങളുടേതായ കാര്യങ്ങൾക്കും ദൈവവേലയ്ക്കുമുള്ളതാണ്. അത് ഒരു കൗൺസിലിംഗ് സെന്ററിൽ കൊണ്ടേ കൊടുക്കാനുള്ളതല്ല, ഒരു കോടതിക്ക് കൊണ്ടേ കൊടുക്കാനുള്ളതല്ല, ഒരു വക്കീലിനെ കൊടുക്കാനുള്ളതല്ല. അത് ദൈവം നിന്റെ അധ്വാന ഫലം നീ തിന്നുമെന്ന് പറഞ്ഞാൽ അത് മറ്റാർക്കും കൊടുക്കരുത്. അത് ഈ രീതിയിൽ ഉരുകിത്തീരേണ്ട വിഷയങ്ങൾ ഉരുകി തന്നെ തീരണം. ഇവിടെ കരഞ്ഞു വിളിച്ച് മൂക്കളെ വിളിപ്പിച്ച് നടന്നാൽ അവിടെ വിലക്കുമ്പോൾ ഉപവാസമാണ്. അങ്ങനെ തന്നെ വിടരുത്. അവിടെ കയറി പിടിച്ചോണം, പറയുന്നു പറഞ്ഞു, എന്താ വിഷയം എന്ന് പറഞ്ഞു. അങ്ങനെ വിഷയം പറയിപ്പിച്ച് രണ്ടുപേരും ദൈവകൃപയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് ആ കാര്യം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളല്ലോ ന്യായീകരിക്കരുത്. തോൽക്കും തോറും വിജയിക്കുന്ന ഒരു ശുശ്രൂഷയാണെങ്കിൽ അല്ലെങ്കിൽ തോൽക്കും തോറും വിജയിക്കുന്ന ഒന്നാണ് കുടുംബജീവിതം. അത് തമ്മിൽ തോറ്റു കൊടുക്കുക. രണ്ടുപേരും വാശി പിടിക്കുന്നത്, രണ്ടുപേരും കണ്ടുപിടുത്തക്കാരായിരുന്നത്, രണ്ടുപേരും തോറ്റു കൊടുക്കാമെങ്കിൽ അത് എത്രത്തോളം വിജയിക്കാൻ കഴിയുമോ അത്രത്തോളം വിജയിക്കുവാനായിട്ട് കഴിയുമെന്നുള്ള കാര്യത്തിൽ ആമേൻ സംശയമില്ലാത്തൊരു കാര്യമാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. മറ്റു ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. അതായത് നിങ്ങൾ യാഥാർത്ഥ്യത്തിന് കൈകൊടുക്കാൻ പോകുന്നത്. ഈ സിനിമകളൊക്കെ ഒത്തിരി അഭിനയങ്ങളുണ്ട്. സിനിമയിൽ പല അഭിനയങ്ങളുണ്ട്. അതൊക്കെ അഭിനയിച്ചത് കാശ് വാങ്ങി പോകുന്നവരാണ്. എന്നാൽ നിങ്ങളങ്ങനെ അഭിനയിക്കാൻ കൈ കൊടുക്കുന്നവരല്ല, യാഥാർത്ഥ്യത്തിന് കൈ കൊടുക്കുന്നവരാണ്. കഷ്ടതയും കുടുംബജീവിതം കൊണ്ട് കഷ്ടതയും ദുഃഖവും വേദനയും ഭാരവും ഇല്ലായ്മയും ഒക്കെ ഉള്ളതാണ്. ആ സന്ദർഭങ്ങളെല്ലാം ദൈവത്തെ ആശ്രയിക്കുക. ഒരുപക്ഷെ ബെറ്റി കടന്നില്ല എന്ന കുടുംബത്തിൽ ബെറ്റി ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങളെല്ലാം നടന്നൊന്നുമില്ല. അത് ബെറ്റി ആഗ്രഹിക്കുന്ന എല്ലാ സ്വപ്നങ്ങളും ലിബിനിൽ കണ്ടെന്നിരിക്കുകയാണ്. അങ്ങനെ കണ്ടവർക്ക് അതുപോലെ ലിബിൻ തിരിച്ചു. ലിബിൻ ചില കാര്യങ്ങൾ ബെറ്റിയിൽ സ്വപ്നം കാണുന്നുണ്ടാണ്, അതെല്ലാം ഒന്നും സാധിക്കത്തില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ സ്വർഗത്തിലെ ദൈവത്തെ ആശ്രയിക്കുക. ബെറ്റിയോട് ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, നീ ഒരു കാരണവശാലും കയറി വരുന്ന ഭവനത്തിൽ പരിഷ്കാരങ്ങൾ നടത്താൻ ആരംഭിക്കുക. അവിടുത്തെ ഡൈനിങ് ഹാൾ പിടിച്ചു മാറ്റി, അത് ഡൈനിങ് ടേബിൾ പിടിച്ചു മാറ്റി അത് വേറൊരു സ്ഥലത്താക്കാം, സെറ്റ് വേറൊരു അതൊന്നും നിൽക്കരുത്. അവരുടേതായ കീഴ്വഴക്കങ്ങൾ എന്താണോ, അവിടുത്തതായ ആചാരം എന്താണോ, അവിടുത്തതായ രീതി എന്താണോ അതിനോട് ഇഴുകി ചെയ്യുക. അങ്ങനെ ഇഴുകി ചേരുന്ന ഒരു മണവാട്ടിയായും ഒരു മകളായി, മണവാട്ടി എന്ന പദം ഇപ്പൊ തീരും, മണവാളം എന്നുള്ള പദം ഇപ്പൊ തീരും. ഉഭയസമ്മതത്തോടുകൂടി മണവാളനും മണവാട്ടി എന്ന പദം തീരും. ആ പരിപാടി പിന്നെ ഭർത്താവും ഭാര്യയും. ഉഭയസമ്മതം കഴിഞ്ഞാൽ പിന്നെ മണവാളനല്ല, മണവാട്ടിയല്ല, ഭർത്താവും ഭാര്യയുമാണ്. അപ്പോൾ അവിടെ ഏത് സാഹചര്യമാണോ ആ സാഹചര്യത്തോട് ഇഴുകിച്ചേർന്നോ. കാലക്രമേണ നിന്റേതായ പെരുമാറ്റം കൊണ്ടും നിന്റെ സ്നേഹം കൊണ്ടും നിന്റെ കഴിവ് കൊണ്ടും നിന്റേതായ അവിടെ അച്ചടക്കം കൊണ്ടും നിന്റേതായ പാചകം കൊണ്ടും നിന്റെ അതിഥി സൽക്കാരം കൊണ്ടും ഒക്കെ നീ ക്രമേണ മാറ്റിയെടുക്കാൻ പാടുള്ളൂ. അല്ലാണ്ട് ആദ്യമേ ഒരു പരിഷ്കാരമൊക്കെ നടത്തിയാൽ വെച്ചിരിക്കരുത്. ഒരു പെൺകുട്ടികളും ഒരു വീട്ടിലും അങ്ങനെ ശ്രദ്ധിക്കുകയും ഈ വിവാഹത്തോട് നിങ്ങൾക്ക് അനുഗ്രഹമായി തരാൻ പറയുക. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇവനെ സ്നേഹിക്കാനുള്ള ഏക മാർഗം ഞാൻ പറഞ്ഞുതരാം. അവന്റെ മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെ നീ സ്നേഹിച്ചുകൊടുക്കണം. ഇത്രയും വലിയൊരു പരിപാടി വേറെ ഒന്നുമില്ല. ഇവരെ കരുതുകയും ഇവരെ സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ നിന്നോടുള്ള അവരുടെ സ്നേഹം വർദ്ധിക്കുകയാണ്. ഇവനോട് കാര്യം പറയട്ടെ, നിനക്ക് ഇവർ മാത്രമല്ല മാതാപിതാക്കളായിരുന്നു രണ്ട് സ്വന്തം ബെറ്റിയുടെ പിതാവും മാതാവും സഹോദരിയൊക്കെ നിന്റെ പിതാവും മാതാവും സഹോദരിയും. അവരോടുള്ള ബഹുമാനം നിന്റെ അപ്പനോട് കാണിക്കുന്നത് പോലെ പലപ്പോഴും നീ അവരെ വിളിക്കുന്നത്. അവരുടെ കാര്യങ്ങൾ ബെറ്റിയേക്കാൾ ഉപരിയായി നീയാണ് ചെയ്യേണ്ടത്. നീ ഗൾഫിലായിരിക്കുമ്പോൾ എന്നെ വിളിക്കുന്ന പോലെ എല്ലാവരും വിളിക്കുന്നത്. ഇവൻ എന്നെ വിളിക്കാറില്ല.
ആകെ 2-3 പ്രാവശ്യം എന്നെ വിളിച്ചിട്ടുള്ളൂ. അതുപോലെയൊന്നും അല്ല അവരെ വിളിക്കേണ്ടത്. എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും നീ ഇവരെ വിളിച്ചിരിക്കണം. അവർ കാര്യങ്ങൾ അന്വേഷിച്ചിരിക്കണം. അവരുടെ കാര്യം അവർ ശ്രദ്ധിച്ചിരിക്കണം. സ്വന്തം അതുകൊണ്ട് അവര് വളരെ ഓമനിച്ച് വളർത്തിയ ഒരു മകളാണ് നിങ്ങൾക്ക് ഭാര്യയായിട്ട് ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആ മാതാപിതാക്കളെ കരുതുവാനും സ്നേഹിക്കാനും ബഹുമാനിക്കുവാനൊക്കെ നീ മറക്കരുത്. സമയം കണ്ടെത്തി എത്ര തിരക്കാണെങ്കിലും അവരെ വിളിക്കണം. അല്ലെങ്കിൽ വിളിക്കാൻ കഴിഞ്ഞില്ല പപ്പ അല്ലെങ്കിൽ മമ്മി, ഇതുപോലെ എനിക്ക് വിളിക്കാൻ കഴിഞ്ഞില്ല, ജോലി തിരക്കായിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞേക്കണം. ദൈവത്തിന് സ്തോത്രം. ഇനി വിളിക്കാൻ താമസിക്കുന്നെങ്കിലും അതിന് കാരണം പറഞ്ഞേക്കണം. അതിന് പ്രത്യേകം ശ്രദ്ധിക്കുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഇനി ഏത് വീട്ടിലും പ്രശ്നം ഉണ്ടാകാൻ ഏത് വീട്ടിലും പ്രശ്നം ഉണ്ടാകും. കാനാവിലെ കല്യാണ വീട്ടിൽ പ്രശ്നമുണ്ടാകും. അവിടെ ഇല്ലായ്മ യേശു ആ ഭവനത്തിലുണ്ട്. യേശു ആ ഭവനത്തിൽ ഉണ്ടായിട്ടും ഇല്ലായ്മ ഒന്നും. പക്ഷേ അവിടെ യേശുവിനോട് ചെന്ന് കാര്യം പറഞ്ഞപ്പോൾ അതിന്റെ സൊല്യൂഷൻ അവിടെ ഉണ്ടായിരുന്നു. എന്താ സൊല്യൂഷൻ? കാനാവിലെ കല്യാണ വീട്ടിൽ കൽപ്പരണി അവിടെ ഉണ്ടായിരുന്നു, വെള്ളം അവിടെ ഉണ്ടായിരുന്നു, യേശു അവിടെ ഉണ്ടായിരുന്നു. ആവശ്യക്കാരിൽ നിന്ന് കാര്യം പറഞ്ഞപ്പോൾ അവര് ചെന്ന് യേശുവിനോട് കാര്യം പറഞ്ഞപ്പോൾ ആമേൻ സ്തോത്രം, അവിടുത്തെ അവിടെയുള്ള സൊല്യൂഷൻ തന്നെ കർത്താവർക്ക് അനുഗ്രഹമാക്കി തരും. കൽപ്പണി എടുക്കാൻ പറഞ്ഞു, വെള്ളം കോരാൻ പറഞ്ഞു. ഇതെല്ലാം അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളാണ്, വേറെ എങ്ങൊന്നും വന്നതല്ല. ഇതുപോലെ നിങ്ങൾ ഏത് പ്രശ്നത്തിന് നടുവിൽ കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ, ദൈവാശ്രയവും പ്രാർത്ഥനാ ജീവിതവും ഉണ്ടെങ്കിൽ, ഏത് കാര്യത്തിനും ഏത് സൊല്യൂഷനും പരിഹാരമുണ്ട്. ഒരു കാര്യം കൂടെ പറയട്ടെ. ലിവിൻ നിങ്ങളുടെ ജീവിതം ബെറ്റിക്കായി സമർപ്പിക്കുക. ബെറ്റിയുടെ ജീവിതം ലിവിനായി സമർപ്പിച്ചിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? നന്നായി പോകത്തില്ല. കാരണം ലിവിനും ബെറ്റിയും ചേർന്ന് കർത്താവിനായി സമർപ്പിക്കണം. ലിവിൻ ബെറ്റിക്കായി സമർപ്പിച്ചു, ബെറ്റി ലിവിനായി സമർപ്പിച്ചു. ബന്ധം മുൻപോട്ട് അതിനാണ് പോവില്ല. പോകണമെങ്കിൽ നിങ്ങൾ ഇരുവരും മധ്യസ്ഥനായിരിക്കുന്ന നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കണം. അവരെ നിങ്ങൾ ഏറ്റുവാങ്ങിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബജീവിതം ധന്യമായി തീരും. ഈ മാതാപിതാക്കൾക്ക് അവരുടെ കുടുംബജീവിതം പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് അതിന്റെ പൂർത്തീകരണമാണ് നിങ്ങളെ വേദിയിൽ കൊണ്ടുവന്നത്. നിങ്ങളുടെ തലമുറയെയും ഇതുപോലെ പ്രാർത്ഥിച്ച് പഠിപ്പിച്ച് ഒരുക്കി ഒരു വേദിയിലെത്തുന്നത് വരെ നിങ്ങളുടെ കുടുംബജീവിതം പൂർത്തീകരണത്തിലേക്ക് വരത്തില്ല. അതുകൊണ്ട് അതിനുവേണ്ടി ഒരുങ്ങുക, അതിനുവേണ്ടി അവൻ പരിശ്രമിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ സ്തോത്രം. ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുകയാണ്. അവൻ സ്തോത്രം. നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ കുടുംബജീവിതം അനേകർക്കും മാതൃകയായി തീരട്ടെ. അവൻ സ്തോത്രം. അതുപോലെ തന്നെ അവൻ ചേർത്ത് അനിത്യമാർ ഒരുമിച്ച് ഒത്തൊരുമയോടെ വസിക്കട്ടെ. അവൻ പരസ്പര സ്നേഹത്തിലും പരസ്പരം ബഹുമാനത്തിലും തമ്മിൽ അവൻ ഒരുമയോടെ നിൽക്കട്ടെ. ഹല്ലേലൂയ. ഒരു കുശുകുശുപ്പോ ഒരു കുറുകുറുപ്പോ ഒരു നീരസമോ ഒരു സ്തോത്രം ശാഠ്യം ഒന്നും ആരും ഇവിടെ ഉണ്ടാകാതെ സ്തോത്രം എല്ലാം ബഹുമാനിക്കുക. വല്ലപ്പോഴും ഞാനിവിടെ നിങ്ങളുടെ വീട്ടിൽ വരും. ആ സമയത്ത് പാസ്റ്ററെ വെള്ളം കുടിച്ചോ എന്താന്നൊക്കെ ചോദിക്കാം. ഇത് ഞാൻ നിനക്ക് മാർക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏത് അതിഥി വീട്ടിൽ വന്നാൽ ആ വീട്ടിൽ വന്നാൽ ഇവിടെ പിന്നെ നാത്തുമാർ, ഈ വീട്ടിൽ നാത്തുമാരില്ല. അതിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. പക്ഷെ അവരെ കൂട്ടുകുടുംബങ്ങളെല്ലാം നാത്തുമാരുണ്ട് കേട്ടോ. കേട് തീർക്കാൻ പറ്റിയ നാത്തുമാരുണ്ട്. അപ്പോൾ അവരൊക്കെ വരുമ്പോൾ ആന്റി കുടിക്കാൻ ഇച്ചിരി എടുക്കട്ടെ, എന്താ ഭക്ഷണം വല്ലതും കഴിച്ചോ? വീട്ടിൽ ഭക്ഷണം ഇല്ലേ പോലും ഭക്ഷണം വല്ലതും കഴിച്ചോ, ഭക്ഷണം ധരിച്ചിട്ട് എടുക്കട്ടെ എന്ന് ചോദിക്കുകയും അവർ ഭക്ഷണമൊന്നും കഴിക്കത്തില്ല. എങ്കിൽ പോലും നീ ആ കാര്യം ശ്രദ്ധിച്ചാൽ നീ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും. ഇത് മാത്രമല്ല, വന്ന പെൺകുട്ടികൾ എല്ലാവരും ആ കാര്യം ശ്രദ്ധിക്കുക. അവരുടെ ബന്ധുമിത്രാളുകൾ, ചാർച്ചക്കാര്, പാസ്റ്റർമാരെ ഒത്തിരി പേരുടെ കുടുംബം. അപ്പോൾ അവരൊക്കെ വരുമ്പോൾ അവർ വേണ്ട വിധത്തിൽ സൽക്കരിക്കുക. ഒരു ഗ്രാൻഡ് മദർ ഉണ്ട്. അവൻ വേണ്ട വിധത്തിൽ അവനെ കൊണ്ടുനടക്കാനൊക്കെ ചെയ്താൽ നീ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെടും. ഇത്രയും മതിയോ? മതിയെങ്കിൽ നിർത്താം. അങ്ങനെയാണെങ്കിൽ എല്ലാ നിലയിലും ഈ കുഞ്ഞുങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം. ഒരു കാര്യം കൂടെ സദസ്സിനെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ 42-ലധികം വർഷമായി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഒരു കല്യാണം വഴി.
ആ കല്യാണം എന്ന് പറയുന്നത് എനിക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് മനുഷ്യനായി അവതരിച്ച ക്രിസ്തു, എനിക്ക് വേണ്ടി ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിച്ച് അമ്മയെ സ്തോത്രം, ഞാൻ പാപിയും ദോഷിയുമായിരുന്നപ്പോൾ എനിക്ക് വേണ്ടി എന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ യേശു ലോകത്തിലേക്ക് കടന്നു വന്നു. എന്റെ പാപത്തെ വഹിച്ചു, എന്റെ ദുഃഖത്തെ വഹിച്ചു, എന്റെ വേദന വഹിച്ചു, എന്നെ മനുഷ്യനാക്കി തീർക്കുവാൻ, എന്നെ മകൻ തന്റെ മകനാക്കി തീർക്കുവാൻ കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. അമ്മയെ നമ്മുടെ ഓരോരുത്തരെയും പാപത്തെ വഹിച്ചുകൊണ്ട് യേശു കർത്താവ് കാൽവരിയിൽ യാഗമായി തീർന്നു. ആ കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു. അമ്മയും സ്തോത്രം, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. 40-ാം ദിവസം അവൻ സ്വർഗാരോഹണം ചെയ്തു. പോയതുപോലെ മടങ്ങി വരാമെന്ന് പറഞ്ഞാണ് അവൻ കടന്നുപോയത്. അതുകൊണ്ട് ആ കർത്താവിനെ ആരെങ്കിലും സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ പ്രൈസലോട് നിങ്ങൾ ഈ ലോകത്തിൽ ഉള്ള ജീവിതം നിങ്ങൾക്ക് നഷ്ടമാണ്. എന്നാൽ കാരണം മരണം കൊണ്ട് തീർന്നു പോകുന്നതാണ് പ്രൈസലോട് ഈ ലോക ജീവിതം. എന്നാൽ കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. അവൻ ഇനിയും പ്രത്യക്ഷപ്പെടുവാൻ പോവുകയാണ്. അവൻ വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ സഭയെ ചേർക്കുവാൻ വേണ്ടിയാണ്. അതിന്റെ കോലാഹലങ്ങൾ ലോകം മുഴുവൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. യേശു മധ്യാകാശത്തിൽ വെളിപ്പെട്ടു വന്ന അവൻ തന്റെ സഭയെ വെളിയടിക്കുന്ന, സഭയെ ചേർത്ത് കൊണ്ടുപോകുന്ന നാള് നമ്മുടെ മുൻപിലുണ്ട്. ആ വിവാഹ നാളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുവാൻ കൂടെയാണ് ഇന്ന് പകൽക്കാലം ഞാൻ വന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ആ വിവാഹ നാളിൽ, ആ ക്രിസ്തുവിന്റെ നാളിൽ നിങ്ങളും ആ വിവാഹത്തിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം നിങ്ങൾ രക്ഷാനിർണയം പ്രാപിക്കുക. നിങ്ങൾക്ക് വേണ്ടി യേശു കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ അവൻ നേർച്ച, കാഴ്ച, വഴിപാടുകളൊന്നും അർപ്പിക്കാതെ ഹൃദയം കൊണ്ട് യേശുവിൽ വിശ്വസിക്കുകയും വായു കൊണ്ട് നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുകയും ചെയ്താൽ നിങ്ങൾ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം വഴിയാണ്. അങ്ങനെ നിങ്ങൾ രക്ഷാനിർണയം പ്രാപിച്ച് വിശ്വാസ സ്നാനം സ്വീകരിച്ച് കർത്താവിന് വേണ്ടി നിൽക്കുന്നുവെങ്കിൽ കർത്താവ് വാനമേഘത്തിൽ പ്രത്യക്ഷപ്പെടുവാൻ പോകുമ്പോൾ ആ വിവാഹ നാളിൽ നിങ്ങൾക്കും പ്രവേശിക്കുവാൻ തക്കണം അനുവാദമുണ്ട് എന്നുള്ളത് ആ വിവാഹ നാളിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. അതിന് രക്ഷാനിർണയം പ്രാപിക്കേണ്ടത് വളരെ ആവശ്യമായ കാര്യമാണ്. ആ വിവാഹത്തിന് നിഴലായിട്ടാണ് ഈ കുഞ്ഞുങ്ങളെ വിവാഹം നടക്കുന്നത്. ലിബിൻ അമ്മ കൈകൊടുത്ത് അമ്മയിൽ സ്തോത്രം പറ്റിയെ സ്വീകരിക്കുന്ന ഈ അനുഭവം എന്ന് പറയുന്നത് യേശു ക്രിസ്തു തന്റെ സഭയെ ചേർത്തുകൊള്ളാൻ പോകുന്ന, ആ സഭയെ മണവാട്ടിയെ ചേർക്കാൻ പോകുന്ന ആ നല്ല നാളാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. ആകയാൽ ഈ കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതം ഈ ഇരു മാതാപിതാക്കൾക്കും ഇരു സഭയ്ക്കും ഈ പ്രാദേശിക സഭയ്ക്കും അനുഗ്രഹമായി തീരട്ടെ. ബന്ധുമിത്രാദികൾക്ക് അനുഗ്രഹമായ വിഷയമായി തീരട്ടെ. എന്റെയും എന്റെ കുടുംബത്തിന്റെയും ആശംസകൾ ഞാൻ ഈ സമയം നിങ്ങൾക്ക് അറിയിക്കുകയാണ്.